ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഈ ഫ്രോസൺ വില്ലേജിൽ നിങ്ങൾ ഗ്രൈൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കാത്ത 3 സീക്രട്ട് വഴികളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഫസ്റ്റ് ഇവിടെ എന്താ ഒരു ലൈറ്റ്, അതൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, ജസ്റ്റ് എടുക്കുക. ഇവിടെ നിന്നാൽ പോലെയോ സാധാരണ അങ്ങനെ കിട്ടുമല്ലോ. വേണ്ട, നമുക്കൊന്നും വേണ്ട, നമ്മൾ റിച്ചാണ്. ഇതാ, നമുക്കത് ഈ ഒരു വീട് കാണാൻ പറ്റും. ഈ വീട് മൈൻഡ് ആക്കേണ്ടത് വെറുതെയാണ്. ആ വീടിന് നേരെ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു ഗുഹ കാണാൻ പറ്റും. ആ ഗുഹയുടെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു എബിലിറ്റി ടീച്ചർ എന്ന് പറയുന്ന പുള്ളിനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ ബാക്കി പറയാം. എബിലിറ്റി ടീച്ചറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. ഇതിനകത്ത് എയർ ജമ്പ്, ഓറ, ഫ്ലാഷ് സ്റ്റെപ്പ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഫ്ലാഷ് സ്റ്റെപ്പ് ഞാൻ വാങ്ങിയിട്ടില്ല, കാരണം എല്ലാവരും പറയുന്നത് ഫ്ലാഷ് സ്റ്റെപ്പ് വലിയ ഉപകാരമില്ലാത്തൊരു സാധനമാണ്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സീക്രട്ട് വഴി. പക്ഷെ ഇത് സത്യം തുറക്കാൻ തുറയുന്നില്ല. ഞാൻ മൂന്നാമത്തെ സീക്രട്ട് വഴി കാണിച്ചു തരാം. അതും എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ എന്താന്ന് പോലും എനിക്കറിയില്ല, പക്ഷെ അത് തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇങ്ങോട്ട് വരിക, നേരെ ഇതാ, ഇത് കണ്ടോ ഇവിടെ ഒരു ഡോറ്. ഈ ഡോറ് ഞാൻ കുറേ പ്രാവശ്യം തുറക്കാൻ നോക്കിയതാണ്, നടക്കണില്ല. ടെസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ഈ സോഡ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞത്. അത് തുറയുന്നില്ല കണ്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എയർ ജമ്പ്, ഫ്ലാഷ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് പെട്ടെന്ന് ടെലപ്പോർട്ടായിട്ട് ഇവിടേക്ക് എത്തും. ഇതൊക്കെയാണ് ഫ്ലാഷ് സ്റ്റെപ്പ്. പക്ഷെ അത് ഉപയോഗമില്ല എന്നാണ് പലവരും പറയുന്നത്. അപ്പോൾ എയർ ജമ്പ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മളിങ്ങനെ ചാടി മുകളിൽ കൂടുതൽ കുറേ അതാണ്. പിന്നെ ഓറ എന്ന് പറയുന്നത് നമ്മുടെ ഈ സാധാ സോഡ് കണ്ടോ, ആ സോഡ് കണ്ടോ. ഈ സോഡ് നമ്മൾ ഈ ഒന്നല്ല ജെ അല്ലെങ്കിൽ ഈ സാധനം നിൽക്കി കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളറാവും. അപ്പോൾ നമ്മുടെ ഇതും ഏകദേശം ലൈറ്റിൻ്റെ ആ ഒരു ഇതും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ലൈറ്റിൻ്റെ ഫുൾ പവറും കൂടി ഒന്ന് കാണിച്ചു തരാം. ലൈറ്റിൻ്റെ ഒന്നാമത്തെ പവറാണ് ലൈറ്റർ. അത് നേരതാ ഇതിന് ഇങ്ങനെ ബാരേജ്. ഇതാണ് ഈ ഒട്ടും പവർ. ഇത് വലിയ ലുക്ക് ഉണ്ടായില്ല. അതൊരു ലൈറ്റ് ബുള്ളറ്റുകളാണ്. പിന്നെ റിഫ്ലക്റ്റഡ് കണ്ണാടി ഇങ്ങനെ റിഫ്ലക്റ്റ്, കാരണം ഇതിനാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് കൊടുക്കുന്നത്. ഇത് ഇവിടെ ഒരിക്കലും ഞെറ്റി ഫ്രൂട്ടൊക്കെ പിടിച്ചു. ഹായ് ബ്രോ, സുഖല്ലേ? നമുക്ക് ചെക്കൻ്റെ ഒരു ഫ്രൂട്ടൊക്കെ ചോദിച്ചു നോക്കാം. ഇത് അവൻ്റെ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞോ, കിണ്ണം ഫ്രൂട്ട് എന്ന് ചോദിച്ചു നോക്കാം. ഫ്രൂട്ട് പ്ലീസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മൂന്നാമത്തെ പവർ കാണിച്ചു തരാം. ഇതാണ് ലാസ്റ്റത്തെ പവർ, സ്കൈ ബീംസ് എന്നാണ് പറയുന്നത്. ഇന്നെ അടിക്കാൻ ഉദ്ദേശിച്ച് അടിച്ചില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ലൈറ്റ് ഫ്ലൈറ്റ്. ഇത് നമുക്ക് 10 മാസ്റ്റർ ചെയ്യാൻ പെട്ടെന്ന് എടുക്കാൻ പറ്റും. പറക്കാൻ സത്യം പറയാം ഏറ്റവും ഭയങ്കര സ്പീഡിൽ പറക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് ഇത്. ഇവിടുന്ന് ഞാൻ ഫിഷർമാൻ്റെ ഒരു ചുണ്ടൊക്കെ വാങ്ങിയാണ്ടായി. ഇത് അതുകൊണ്ടോ ആ വരുന്നത് ബുദ്ധ ഫ്രൂട്ട് വെച്ച് കിടക്കുന്ന ആൾക്കാരാണ്. ഒരു കാര്യം ചെയ്യാതെ നമുക്ക് സ്ഥലമുണ്ട്, അവിടെയാണ് നമ്മൾ റോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്തോളൂ. എനിക്ക് കുഴപ്പമില്ല. ഞാൻ നിങ്ങൾക്ക് തന്നെ റോൾ ചെയ്യുന്ന കാണിച്ചു തരാം. സമ്മർ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഇവൻ്റ് ഉണ്ടാവും. ആ ഇവൻ്റ് കളിച്ച് കിട്ടുന്നതാണ്. എൻ്റെ റാൻഡ് ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ഈ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനമാണ്. പക്ഷെ എനിക്ക് പൈസ അനക്കാൻ ആഗ്രഹമില്ല, അതുകൊണ്ട് ഞാൻ സമ്മർ ഫ്രൂട്ടാണ് വാങ്ങുന്നത്. ഓക്കെ, 809 എണ്ണം എൻ്റെ കയ്യിലുണ്ട്. 500 എണ്ണം കൊടുക്കണം. ഓക്കെ, നമ്മൾ റോൾ ചെയ്യാൻ പോണ്. അപ്പോൾ ഫ്രൂട്ട് നമ്മൾ റോൾ ചെയ്യാൻ പോണേ. തൊടാം. സമ്മർ ടോക്കൺ 500. എനിക്ക് ആഗ്രഹം മിത്തിക്കൽ ഫ്രൂട്ട് കിട്ടണമെന്നാണ്. അതിലൊരു ലൈറ്റ്നിങ് തന്നെ ഫ്രൂട്ട് ഉണ്ട്, അത് കിട്ടുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. നമുക്ക് നോക്കാം എന്ത് കിട്ടും. ഓക്കെ, മിത്തിക്കലായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയത്
ഫ്ലെയിമാണ്. ഫ്ലെയിം ഒട്ടും കൊള്ളൂലാത്തൊരു സാധനം തന്നെയാണ്. അതുകൊണ്ട് ഞാനിത് കളയാൻ പോവാണ്. ഫ്ലെയിം ബ്രോ ഫ്രൂട്ട് വേണോ? എടുത്തോ. ഞാൻ എന്താ ബ്രോ അങ്ങനെയൊക്കെ ടോക്ക്? നമ്മൾ നിങ്ങളുടെ ബർത്ത്ഡേ അല്ലേ, നീയും ലൈറ്റൊക്കെ തന്നെയല്ലേ? അത് നമ്മൾ നിങ്ങൾക്ക് ഞാൻ ഈ സോഡ് ഇവിടെ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞില്ല അല്ലേ? സാധാരണ ജംഗിൾ ഇത് എല്ലാവർക്കും ഓപ്പൺ അല്ലായിരിക്കും, പക്ഷെ ഞാനിത് ഓപ്പൺ ചെയ്താണ്. ഞാൻ അടുത്ത വീഡിയോയിൽ ഇത് എങ്ങനെ ഓപ്പൺ ചെയ്യണമെന്നുള്ള വീഡിയോ പറയാൻ ശ്രമിക്കാം. കാരണം പറയാൻ പറ്റില്ല ചിലപ്പോൾ, കാരണം ഞാനിത് ഓൾറെഡി ഓപ്പൺ ചെയ്തുകൊണ്ടേ നടക്കൂലായിരിക്കും. ഓക്കെ, എന്താ പിന്നെ ഞാൻ നമ്മൾ നെറ്റിച്ചൊക്കെ വന്നുകൊണ്ട് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ ഇവൻറ്റ് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇപ്പോൾ ഇവിടം വരെ വന്നല്ലേ, ഇവൻറ്റും വന്നു. അപ്പോൾ ഇവൻറ്റ് വന്നിട്ട് നമ്മൾ ഇവൻറ്റ് ചെയ്തില്ലെങ്കിൽ മോശമല്ലേ? ഇവനെന്താ ഫ്രൂട്ട് തരാൻ വന്നാണോ? മാഗ്മ അത് നല്ല ഫ്രൂട്ടാണ് ഗൈസ്, നല്ല ഫ്രൂട്ടാണ്. നമ്മൾ മാഗ്മ സ്റ്റോർ ചെയ്യാൻ പോണ്. മാഗ്മ സ്റ്റോർ ചെയ്യാം. ഓക്കെ, പിന്നെ ഈ ഫ്രൂട്ട് വലിയതൊന്നുമില്ല. അവിടെ നോട്ടെ, ഇതൊക്കെ ഏതാ ഇവിടെ കുഞ്ഞു പിള്ളേരെ വിളിക്കില്ല. ഓക്കെ, ഇപ്പൊ അത് വരും. അത് വരുമ്പോൾ മുകളിൽ ഇപ്പൊ നിങ്ങൾക്ക് നല്ലൊരു വ്യൂ ആണ്. ഒരു ഫുള്ള് ഒരു ബ്ലാക്ക് കളർ തണ്ടറൊക്കെ വന്ന് ആകെ ഏതാ ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ കണ്ടോ, ഫുള്ള് തണ്ടറൊക്കെ ആയിരിക്കും. അപ്രോച്ചിങ് 1 മിനിറ്റ്, 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുടങ്ങും. ഞാൻ ഈ ഗെയിമിൻ്റെ പേര് നിങ്ങൾക്ക് പറഞ്ഞു തരാം, ബ്ലോക്സ് ഫുഡ്. എനിക്ക് പറഞ്ഞു തന്നൊരു സംശയമുണ്ടായി. ഇത് സാൻഡാണ്. സാൻഡ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇത് പക്ഷെ നല്ലതൊന്നല്ല, എങ്കിലും ഇങ്ങോട്ടെ കയ്യിൽ. ഓക്കെ, എടുക്കുക, സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, പിന്നെ എടുക്കുക. വന്നു തോന്നുന്നു, ഇപ്പോൾ വരും. പറ്റൂല ഗൈസ്. അപ്പോൾ നമുക്ക് അതവിടെ ഇരുന്നോട്ടെ, ചത്തു പോകുമ്പോൾ വിൽക്കോ നമ്മൾ ചെയ്യുന്നു. ഡ്രോപ്പ് ചെയ്യാം നിൽക്കണം. നമ്മുടെ ഒരു അടിപൊളി ഫ്രൂട്ടൊക്കെയാണ്. എല്ലാവരും പറയണ അനുസരിച്ച് നോക്കുമ്പോൾ നമ്മുടെ നല്ല ഫ്രൂട്ട് തന്നെയാണുള്ളത്. ഗ്രൈൻഡ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഫ്രൂട്ടാണ്. കണ്ടോ, മുകളിലുണ്ടോ? ഇപ്പോൾ കണ്ടോ, ഒരു മേഘം വന്നുണ്ടോ, ഒരു ഇടിമിന്നലുള്ള മേഘം. ഓക്കെ, ഇലക്ട്രിഫൈഡ് എനിമീസിനെ നമ്മൾ ഡിഫൈറ്റ് ചെയ്യണം. എനിക്ക് തോന്നുന്നില്ല പറ്റുന്നു, കാരണം ഫുള്ള് ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും ഇവന്മാർ ഒരുമിച്ചാണ് ഒരു കൊല്ലും. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞില്ല. ബുദ്ധ എന്ന് പറയുന്ന ഫ്രൂട്ടാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഗ്രൈൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും മാസ്റ്റർ പെട്ടെന്ന് കൂട്ടാൻ പറ്റുന്നത് ബുദ്ധിയാണ്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇരിക്കുന്നത് നമ്മുടെ ലൈറ്റാണ്. ലൈറ്റ് തന്നെയാണ് ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരു സോഡുണ്ട്, സോഡ് പറയുന്ന സോഡ്. ആ സോഡ് എനിക്ക് വേണ്ട ഒരാഗ്രഹം. ഓക്കെ, അതാകും ശരി. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇവന്മാർ തന്നെ എല്ലാം കൂടി എടുത്തിട്ട് പോകും. നമുക്ക് വേറെ ഒരു സ്ഥലത്ത് പോയാൽ കിട്ടും, എങ്കിലും വേണ്ട. നമുക്ക് സ്പോണായിട്ടുണ്ടോ നോക്കട്ടെ. നമുക്ക് ഇവിടെ ഈ തുടക്കത്തിൽ സോഡ് ഒരു ചെറിയ ഭാഗം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ ഉണ്ടായാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അവന് ഞാൻ ഇങ്ങോട്ട് പോണേ എന്നെ തന്നോട് പറഞ്ഞു. കൊള്ളാലോ എന്ത് കളി, ഇതെവിടുത്തെ കളി? ഞാൻ ഈ അടുത്ത് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഇത് കാണാനില്ല. പെട്ടെന്ന് അപ്രത്യക്ഷമായിപ്പോയി. എനിക്ക് മനസ്സിലാവുള്ളപ്പോൾ എന്തുണ്ടായത്. എനിക്ക് മനസ്സിലായി. ഇതെവിടെന്നാ? ഇത് പുതിയ ആളാലോ, ഒന്നി. ഇയാളെ ഞാൻ വേറെ സ്ഥലത്ത് കണ്ടിട്ടുണ്ടായി. ഈ ഷോപ്പിൽ നിന്നാണ് ഞാൻ കാണിച്ചില്ല. ഞാൻ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് കാര്യങ്ങൾ കാണിച്ചിരുന്നു. സ്റ്റാറ്റ്സ് വരുന്നോട്ടെ. നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കുറച്ച് റെഡീം കോഡ്സൊക്കെ കാണിച്ചു തരാൻ ശ്രമിക്കാം. ഓക്കെ, ഞാൻ അവിടെ നിന്ന് വാങ്ങിയതാണ് ഈ സ്ലിംഗ് ഷോട്ട് എന്ന് പറഞ്ഞൊരു സാധനം. എന്നാൽ നമ്മുടെ കവണാന്ന് മലയാളത്തിൽ പറയും. ഈ മാഗ്മ ഉണ്ടോ, ഇത് കിണ്ണ സാധനം കേട്ടോ. പിന്നെ ഈ ഫ്ലിംഗ് ലോക്ക്, ഇത് അടിപൊളിയാണ്. പക്ഷേ അതിൻ്റെ ഡബിളാണ് ഇപ്പം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഞാൻ വേറെ സ്ഥലത്ത് പോയി മറൈൻ ഫോർട്രസ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി വാങ്ങിച്ചത്. ഈ കേപ്പ് മറൈൻ ഫോർട്രസിൽ നിന്ന് തന്നെ ഞാൻ ഒരിടത്ത് വാങ്ങിച്ചതാണ്. ഗൈസ്, എല്ലാവരും പറയണത് നല്ല അടിപൊളി സാധനമാണ്, കിഡിലാണ്. ഇതിൻ്റെ ഡാമേജൊക്കെ അടിക്കുമ്പോൾ ഡാമേജൊക്കെ കൂടുന്നാണ് പറയണത്.
പക്ഷെ എനിക്കിതൊരു തോന്നിയിട്ടില്ല കേട്ടോ. അതൊരു പ്രശ്നം തോന്നുന്നു. നമുക്ക് യൂസ് ചെയ്യാൻ ആൾക്ക് തോന്നുന്നുണ്ടായത്, അത് നമുക്കൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്കിപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോകും. കാരണം അവിടെ നമ്മൾ കുറേ ദിവസം കൊന്നൊരു ബോസ് ഉണ്ട്. ആ ഇത് മറൈൻസിൻ്റെ സാധാ സ്ഥലം, മറൈൻസ് ആട്ട്. നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ മറൈൻസ് എന്താ ഇതാ വരുന്നു. ആ കാണാനും മറൈൻസ് ഉണ്ട്. ഇത് ഈ ഫസ്റ്റ് കാണുന്ന ഒരു പില്ലറുണ്ട് ഈ സൈഡിലായിട്ട്. നമ്മൾ പോണ വഴിക്കുന്ന ഫസ്റ്റ് കാണുന്ന പില്ലർ. ആ പില്ലറിൻ്റെ ഉള്ളിലേക്ക് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ ഓട്ടാണ് പറ്റും. ആ ഓട്ടേൻ്റെ ഉള്ളിലേക്ക് നീ ഇതിനാണ് ഇങ്ങോട്ട് ഓടിയെന്ന്. ഞാനും വിചാരിച്ചിട്ട് ഇവന് എന്തിനാ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടിയെന്ന്. ഞാൻ വിചാരിച്ചപ്പോൾ കേപ്പ് വാങ്ങാൻ വന്നായിരുന്നു. പക്ഷെ എൻ്റെ ഊരും തെറ്റിച്ചോ അവൻ കേപ്പ് വാങ്ങാനല്ല വന്നത്. ചത്ത് ഇവന് ഇലക്ട്രിഫൈഡ് ആണ്. അല്ല എന്നാലും ഇതിപ്പോൾ ഓരോ സ്ഥലത്തും ഇതിങ്ങനെ സ്പോണാകും. കാരണം ഇത് ഓരോ സ്ഥലത്തെ ഏറ്റവും ചെറിയ ആൾക്കാരുടെ മേത്തേക്കാണ് ഈ ഇടിമിന്നൽ അടിക്കുന്നത്. കേട്ടോ, ഇതിവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഇവിടെ നിന്നാണ് ഈ ഡബിൾ സ്ലിംഗ് ഷോട്ട് വാങ്ങിച്ചത്. പക്ഷേ അത് വെച്ച് വലിയ ഗുണമൊന്നും എനിക്ക് തോന്നിയില്ല. ഇതാ ഞാൻ കാണിച്ചുതരാം. ഇവിടെ ഒരു ബോസ് ഉണ്ട്. എവിടെ അവനിവിടെ ഉണ്ടായാൽ മതിയായിരുന്നു. അതായിരിക്കും. ഇവനെ കൊന്നു കഴിഞ്ഞ് ഇവൻ്റെ ബാക്കിലിരിക്കുന്ന കേക്ക് നമുക്ക് നമ്മളിവിടെ നിൽക്കുക, ഒരു അഡ്ഡം നിൽക്കുക. ബാ പുറത്തേക്ക് വാ. ഇങ്ങനെ പുറത്തേക്ക് അങ്ങനെ കിട്ടുള്ളൂ. ഇങ്ങോട്ട് വാഴ ബോസിനെ അവൻ കൊന്നു. ഐസ് പിന്നെ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടെ ആരോ പോസ്റ്ററൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ കുറേ ആയിട്ടുണ്ട്. ഇവിടെ നിർത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാ നിർത്തുന്നു. വെള്ളത്തി വീണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രേ ഉള്ളൂ. ഇതിന് പാർട്ട് ഇനിയും വേണമെന്ന് ആഗ്രഹമുള്ളവർ എന്തായാലും പറയണം, കമൻറ്റിൽ പറയണം. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണ്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും മറക്കുകയും ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യണം. ഓക്കെ, ബൈ. ഓക്കെ.